ആക്ഷൻ ഹീറോ വിജയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തി തന്റേതായ സ്ഥാനം ഉറപ്പിച്ച നടന്മാരിൽ ഒരാളാണ് അരിസ്റ്റോ സുരേഷ്. ഇപ്പോൾ തന്റെ ജീവിതത്തിൽ നടന്ന വേദനാജനകമായ അനുഭവങ്ങളെ കുറിച്ച് ഒരു മാസികയുടെ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം. തങ്ങളെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തെ ഇളയച്ചൻ എന്ന് വിളിച്ചാണ് തങ്ങൾ വളർന്നതെന്നും അദ്ദേഹം മക്കളെ പോലെയാണ് ഇരുവരോട് പെരുമാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പലപ്പോഴും സ്വന്തം അച്ഛനെ കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദൂരെ നിന്ന് മാത്രമാണ് കണ്ടിട്ടുള്ളത്. മകനാണെന്ന് അറിയാമായിരുന്നിട്ടും അച്ഛൻ തന്നോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം ഓർക്കുന്നു. ഒരു ദിവസം അമ്മ പറഞ്ഞു, അച്ഛൻ റെയിൽവേയിൽ നിന്ന് വിരമിക്കുകയാണ്, നീ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കും, എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കില്ല. അന്ന് അച്ഛനെ കാണാൻ ഒരു സുഹൃത്തിനൊപ്പമാണ് പോയത്. അച്ഛൻ വലിയ തിരക്കിലായിരുന്നു. ആളൊഴിഞ്ഞപ്പോൾ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അച്ഛ, സുരേഷാണ്, ഇന്ദിരയുടെ മകൻ. അച്ഛനെ കാണാൻ വന്നതാണ്. അച്ഛനോ? ആരുടെ അച്ഛൻ? ഏത് ഇന്ദിര? ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളൂ, പോയിക്കോളണം ഇവിടെ നിന്ന്. ഇടവപ്പാതി പോലെ ഇടിയും മിന്നലുമായി നിന്ന് പെയ്യുകയായിരുന്നു അച്ഛൻ. ഞാൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. നിലവിളിക്കണമെന്ന് തോന്നി. അപമാനം കൊണ്ട് തല പിളരുന്ന പോലെ. ആരും കണ്ടില്ലെന്ന് കരുതി ഞാൻ മുഖം തിരിച്ചത് എന്റെ സുഹൃത്തിന്റെ നേരെയായിരുന്നു. അന്ന് രാത്രി എനിക്ക് എന്റെ അമ്മയോട് കഠിനമായ വെറുപ്പ് തോന്നി. നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് എന്നെ തന്നെ കളിയാക്കിയ കൂടെ വന്ന സുഹൃത്തിനോട് വെറുപ്പ് തോന്നി. ഒരിക്കൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച അച്ഛനോട് വെറുപ്പ് തോന്നി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ആ സംഭവം ഓർത്താൽ ഇന്നും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അച്ഛൻ മരിക്കുന്നത് വരെ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടു മക്കൾക്കും എന്തെങ്കിലും കൊടുക്കും, മക്കളോട് എന്തെങ്കിലും കാരുണ്യം കാണിക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നും സുരേഷ് പറയുന്നു. തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. നിവിൻ പോളി നായകനായി എത്തിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് അരിസ്റ്റോ സുരേഷ് ശ്രദ്ധേയനാവുന്നത്. അരിസ്റ്റോ സുരേഷ് എഴുതി പാടിയ മുത്തേ പൊന്നെ പിണങ്ങലെ എന്ന പാട്ടായിരുന്നു സുരേഷിന്റെ കരിയർ മാറ്റിമറിച്ചത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥികളിൽ ഒരാൾ സുരേഷ് ആയിരുന്നു. മത്സരത്തിൽ ഫൈനലിസ്റ്റ് ആയിട്ടാണ് താരം ഇറങ്ങിയത്. ഇപ്പോൾ ടി.കെ. രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന കോളാമ്പി എന്ന ചിത്രത്തിലെ നായകനും അരിസ്റ്റോ സുരേഷാണ്. ബിഗ് ബോസ് മലയാളത്തിലേക്ക് എത്തിയതോടെയാണ് അരിസ്റ്റോ സുരേഷിന്റെ കുടുംബത്തെ കുറിച്ച് ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ അറിഞ്ഞത്. താൻ ഇതുവരെ വിവാഹം കഴിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ഷോയിലൂടെ താരം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് 49-കാരനായ താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ പ്രണയത്തിലാണ്. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കോളാമ്പി എന്ന സിനിമ കഴിഞ്ഞാൽ ഉടനെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. 36-കാരിയായ തൃശൂർ സ്വദേശിനിയാണ് വധു. പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല. യുവതിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ്. നിരവധി ബിസിനസ്സുകളുള്ള പ്രണയിനി ക്യാന്റീൻ നടത്തിപ്പുകാരിയുമാണ്. ആദ്യ സിനിമയുടെ സെറ്റിൽ നിന്നും തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു. ഈ ഒരു താരവിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.